ആൻഡോയുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു, ആരാണ് ചാനലിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശി? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപയാണ് വന്നിട്ടുള്ളത്? കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപായിട്ട് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾക്കേവർക്കും പരിചിതയായിട്ടുള്ള എന്നെ അന്ന് രാത്രി തന്നെ ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമം ഒരു റിപ്പോർട്ടർ ചാനൽ നടത്തുകയുണ്ടായി. ഇത് ശോഭാ സുരേന്ദ്രനും റിപ്പോർട്ടർ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ മുതലാളി, വ്യാജ മുതലാളി ആൻഡോയും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം എന്നെ വളരെ വ്യക്തമായി ഗൂഢാലോചന ചെയ്ത് പരാജയപ്പെടുത്താൻ പരിശ്രമിച്ച 24 ചാനൽ, ക്ഷമിക്കണം, ശ്രീകണ്ഠൻ സാറ് പറഞ്ഞത് 24 എന്ന് പറയാൻ പാടില്ല എന്നാണ്, 24, അതിൻ്റെ മലയാളം 24 എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഈ 24 ചാനൽ, പക്ഷെ അവർ വാർത്തകൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഒന്നാണെങ്കിലും ഒരു ചാനൽ മനോഹരമായിട്ട് വാർത്ത ചെയ്യുന്നു, മറ്റൊരു ചാനൽ ക്രൂരമായിട്ട് വേട്ടയാടുന്നു, റിപ്പോർട്ടർ ചാനൽ. അങ്ങനെ കൃത്യമായിട്ട് ചില ആളുകളെല്ലാം ഒരു വ്യക്തിയെ പത്രസമ്മേളനത്തിന് കൊണ്ടുവന്നിരുത്തി ആ വ്യക്തിയെ കൊണ്ട് എന്നെ ഒരു കളവ് നടത്തുന്ന ആളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എന്നെയും എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർലമെൻറ്റിലെ മുഴുവൻ പ്രവർത്തകരെയും മാനസികമായി തകർക്കാൻ പരിശ്രമിച്ചു. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. കാരണം എനിക്കറിയില്ലായിരുന്നു മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ജിഹ്വയാണ് എന്ന് മനസ്സിനകത്ത് ഉറപ്പിക്കുകയും സമൂഹത്തിൽ ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് ആ സമൂഹത്തിലുണ്ടാകുന്ന വിഷയത്തെ വളരെ കൃത്യതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് മാധ്യമധർമ്മം എന്നാണ് ഞാൻ അതുവരെയും വിശ്വസിച്ചിരുന്നത്. എന്നാൽ എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിൻ്റെ ലക്ഷ്യം. റിപ്പോർട്ടർ ചാനൽ ഈ പ്രസ്ഥാനത്തെ തകർക്കുക, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കുക, ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെ തകർക്കുക, ആ പ്രസ്ഥാനത്തിനകത്തുള്ള പ്രവർത്തകർ പരസ്പരം അവരുടെ മനസ്സിനകത്ത് ആദിയോട് കൂടിയിട്ട് ചിന്തിക്കുക, എന്താണ് ഈ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് പ്രവർത്തകരെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഗൂഢാലോചനയുടെ പരിണിതഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത സമൂഹ മധ്യത്തിൽ വരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷനെ പാർട്ടി പ്രവർത്തകർ വെറുക്കണം എന്നുള്ള രീതിയിൽ ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ വരുന്നു. അതിന് റിപ്പോർട്ടർ ചാനൽ തന്നെ ആദ്യം ഒരു സാക്ഷിയെ കണ്ടെത്തുന്നു. ആ വ്യക്തിയെ കൊണ്ട് എന്താണോ തിരക്കഥ എഴുതി കൊടുത്തത് ആ എഴുതി കൊടുത്ത കാര്യങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, ആ വ്യക്തിയുടെ പിറകിൽ ശോഭാ സുരേന്ദ്രനാണ് എന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ കാലം അത്രയും പ്രസ്ഥാനത്തിനു വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത കാലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയെ തേജോവധം ചെയ്തുകൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുകയും എന്നെ മാനസികമായിട്ട് തകർക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന. ഒരു സമയത്ത് പ്രസ്ഥാനത്തെ തകർക്കുക, മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രനെ തകർക്കുക. ഇതുമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോയത്. ഞാൻ അതിന് മറുപടി കൊടുത്തു. ഞാൻ മറുപടി കൊടുത്തത്, എൻ്റെ ചോദ്യം ഇതായിരുന്നു, റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി, ഉടമസ്ഥൻ, ആ ഉടമസ്ഥന് റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ പദവി അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിന് ചാനലിൽ
എത്ര ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട്? ഈ ചോദ്യം ഞാൻ സമൂഹ മധ്യത്തിൽ ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ 24-ൻ്റെയും ഉടമ എന്ന് ബഹുഭൂരിപക്ഷം ഷെയർ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിൻ്റെ പല ഹോട്ടൽ ബിസിനസ്സുകളിലും പങ്കാളിത്തവും പല ഹോട്ടൽ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ കച്ചവടങ്ങളിലും എങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിൻ്റെ ഭാര്യയ്ക്ക് 50% ഷെയറുകൾ ഉണ്ടായത് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ആൻഡോ അഗസ്റ്റിൻ്റെ സഹോദര ഭാര്യയ്ക്കും ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഷെയറുകൾ ഉണ്ട് എന്ന് വയനാട്ടുകാർ പറയുന്നു. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു, ആരാണ് ചാനലിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശി? ഇവിടെ വ്യാജമായിട്ടല്ലേ ഈ വാർത്താവിതരണ മന്ത്രാലയത്തിൻ്റെ ഉടമസ്ഥ അവകാശം? അതായത് നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് ഉണ്ടല്ലോ, ആ ഗവൺമെൻറ്റിന് ചില തീരുമാനങ്ങളുണ്ട്. ഒരു സ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനം നാട്ടിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ സ്ഥാപനം ആരുടെ പേരിലായിരിക്കണം എന്നതിനെക്കുറിച്ച് സ്ഥാപനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അവർ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇവർ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ എന്ന് അവകാശപ്പെടുന്ന വ്യാജ ഉടമ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ ഷെയർ, റിപ്പോർട്ടർ ചാനലിൻ്റെ ഷെയർ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ പേരിലേക്ക് മാറ്റിത്തരണം. ഞാൻ അതിൻ്റെ കോപ്പികൾ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നൽകിയിരുന്നു. ഇന്ന് വീണ്ടും അതിൻ്റെ കോപ്പി ഞാൻ പത്രസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത്? കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞു, രാജ്യരക്ഷാ കാരണങ്ങളാൽ, രാജ്യത്തിൻ്റെ സുരക്ഷാ കാരണങ്ങളാൽ ചാനൽ ഓഹരി കൈമാറ്റം നടത്താൻ നിർവാഹമില്ല. ഇതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിട്ടുള്ളത്. കോർപ്പറേറ്റ് അഫെയർ മിനിസ്റ്റർ, ആ കോർപ്പറേറ്റ് അഫെയർ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ചാനൽ ഉടമയ്ക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ നിങ്ങൾ നടത്തുന്നത്, ഓഹരി കൈമാറ്റം നടക്കാതെ മാനേജ്മെൻറ്റ് നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്നത് നിയമാനുസൃതമാണോ? അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളാണ് പറയേണ്ടത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയാണ് പറയേണ്ടത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപയാണ് വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് 1500ഓളം വരുന്ന ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾ പരിശോധിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരക്കൗണ്ട് എന്തുകൊണ്ടാണ് റിപ്പോർട്ടറിൻ്റെ അക്കൗണ്ടായിട്ട് മാറിയിട്ടുള്ളത്? അപ്പം നിങ്ങൾക്കും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഞാൻ ചോദിച്ചു. എന്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ, ആൻഡോയുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. വിവാദപരമായിട്ടുള്ള ഇടപാടുകൾ നടന്ന ചില അക്കൗണ്ടുകൾ ചാനൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന അക്കൗണ്ട് നമ്പറുകൾ എന്തടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ചാനൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്? എത്ര അക്കൗണ്ടുകളാണ് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്? ഇക്കാര്യത്തിൽ നടക്കുന്ന ഹോം മിനിസ്ട്രിയുടെ അന്വേഷണം ഏതുവരെ എത്തിയെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. കിഫ്ബിയുമായി ബന്ധമുള്ള ഒരു IT കമ്പനി സൊസൈറ്റി അക്കൗണ്ടിലേക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എത്ര കോടികൾ ഇതുവരെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് ആൻഡോ വിശദീകരിക്കണം. ഇതെല്ലാം തന്നെ അന്വേഷണ രേഖകളിൽ ഉള്ളതാണ്.